KSRTC സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസുകളിൽ പൊതുജനങ്ങൾ ബന്ധപ്പെട്ടിരുന്ന ലാൻഡ് ഫോണുകൾ ജൂലൈ 1 മുതൽ പിൻവലിക്കും. പകരം എല്ലാ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസുകളിലും ഈ ആവശ്യത്തിനായി മൊബൈൽ ഫോണും ഔദ്യോഗിക സിമ്മും നൽകും. ഈ മൊബൈൽ നമ്പർ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കണമെന്നും KSRTCയുടെ ഉത്തരവിൽ പറയുന്നു. അന്വേഷണങ്ങൾക്കും സംശയങ്ങൾക്കും പൊതുജനങ്ങൾ പുതിയ മൊബൈൽ നമ്പറിൽ വിളിക്കണം. പൊതുജനങ്ങളുടെ അന്വേഷണങ്ങൾക്ക് സ്റ്റേഷൻ മാസ്റ്റർ മറുപടി നൽകണം. എൻക്വയറി കൗണ്ടറിലേക്ക് വിളിച്ചാൽ പലപ്പോഴും ഫോൺ എടുക്കുന്നില്ലെന്ന പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് മൊബൈൽ ഫോൺ അനുവദിക്കുന്നത്. ഷെഡ്യൂളുകളുടെ ക്രമീകരണവും ജീവനക്കാരുടെ വിന്യാസം നടത്തേണ്ട സ്റ്റേഷൻ മാസ്റ്റർക്ക് എൻക്വയറിക്ക് മറുപടി പറയാനും കൂടി സമയം കിട്ടില്ലെന്ന് ജീവനക്കാർ പറയുന്നു. KSRTCയിലെ ഇൻസ്പെക്ടർ സംവിധാനത്തിൽ മാറ്റം വരികയാണ്. ഇനി ഒരു യൂണിറ്റിൽ ഒരു ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ മാത്രമേ ഉണ്ടാകൂ. മറ്റുള്ള ഇൻസ്പെക്ടർമാരെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തും. ജില്ലാ തലത്തിൽ ഒരു ഇൻസ്പെക്ടർ ഇൻചാർജിന്റെ കീഴിലായിരിക്കും ഇനി ഇൻസ്പെക്ടർമാർ പ്രവർത്തിക്കുക. യൂണിറ്റുകളിലായിരുന്നു ഇൻസ്പെക്ടർമാരുടെ പ്രവർത്തനം. ലൈൻ ഇൻസ്പെക്ഷനും സർവീസും കാര്യക്ഷമമാക്കാനാണ് പുതിയ സംവിധാനം നടപ്പാക്കുന്നത്. സംസ്ഥാനത്ത് 15 സ്ക്വാഡുകളും രൂപവൽക്കരിക്കും. തിരുവനന്തപുരത്ത് 2 സ്ക്വാഡും മറ്റു ജില്ലകളിൽ ഓരോ സ്ക്വാഡ് വീതവും ഉണ്ടാകും. ഇടുക്കി വിഷൻ, കുമളി.